തുടക്കം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ FDFS കണ്ടു. അത് കാണാനായിട്ടുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ സിനിമ എനിക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. ഇത് ലെജൻഡറി ലാലേട്ടൻ്റെ മകളുടെ സിനിമയിലേക്കുള്ള ഒരു എൻട്രിയാണ്. ലാലേട്ടൻ്റെ ഗസ്റ്റ് റോളിനകത്തുണ്ടാകും. അതൊക്കെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ അതൊന്നുമല്ല കാരണം. ഈ സിനിമയുടെ ഡയറക്ടറിൻ്റെ മേൽ വെച്ചേക്കുന്ന ഒരു വിശ്വാസം. മലയാള സിനിമയിൽ നമുക്കറിയാം ഒരിടയ്ക്ക് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, മുരുക നീ തീർന്നടാ. ഏത് സിനിമ ഇറങ്ങിയാലും പല ഫാൻസും ഇതിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ പറഞ്ഞതൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. പക്ഷെ അത് നടത്തിയ ഒരാളുണ്ട്. ആ നടത്തിയ ആളുടെ സിനിമയാണ് ഇത്. ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഡയറക്ടറായിട്ട് കാലെടുത്ത് വെച്ചു. പിന്നെ ഒരു മുത്തശ്ശി കഥ, കൊറോണ സമയത്ത് OTTക്ക് വേണ്ടി ഒരു സാറാസ്, ശേഷം മലയാളക്കര അനുഭവിച്ച ഒരു ദുരന്തം, മലയാളിയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും മലയാളിയുടെ ധൈര്യത്തിൻ്റെയും മലയാളിയുടെ ഒത്തൊരുമയുടെയും തിയേറ്ററിക്കൽ ദൃശ്യാവിഷ്കാരം 2018 ദ മൂവി. ആ മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫിൻ്റെ 5ാമത്തെ സിനിമ. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് തുടക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തത്. പ്രണവ് മോഹൻലാലിന് ആദിയിലൂടെ കിട്ടിയ പോലെ തന്നെ ഒരു ഗ്രാൻഡ് എൻട്രി അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് വെൽക്കമിംഗ് ആണ് വിസ്മയ മോഹൻലാലിന് തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ കിട്ടിയത്. അത് സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ള അഭിപ്രായമല്ല ഞാനിവിടെ പറഞ്ഞത്. ആദി എന്ന് പറയുന്ന സിനിമയിൽ നമുക്കറിയാം ആ എല്ലാ ക്രൂ മെമ്പേഴ്സും ബ്രാൻഡാണ്. ഡയറക്ടർ ജിത്തു ജോസഫ് ആയിരുന്നു. അതിനകത്ത് മോഹൻലാലിൻ്റെ ഗസ്റ്റ് റോളുണ്ട്. മ്യൂസിക് ഡയറക്ടർ, ഫൈറ്റ് കൊറിയോഗ്രാഫി എല്ലാം ബ്രാൻഡായിട്ടുള്ള മോളിവുഡിലെ ആളുകളാണ്. അതുപോലെ തന്നെയാണ് ഈ തുടക്കം എന്ന് പറയുന്ന സിനിമയിലും. ഡയറക്ടർ ഇൻഡസ്ട്രിയൽ ഹിറ്റ് സിനിമയുടെ ഡയറക്ടറാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് ജോമോൻ ടി ജോണാണ്. അദ്ദേഹം നമുക്കറിയാം ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ആളാണ്. പിന്നെ പുള്ളീനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് വേറെ 2 സിനിമാറ്റോഗ്രാഫേഴ്സും ഉണ്ട്. അവരും നല്ല ടോപ്പ് ലെവലിലുള്ള ആളുകളാണ് ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫേഴ്സ്. ഇനി ഇതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് വരാൻ നേരത്ത് എഡിറ്റിംഗ് നിർവഹിച്ചേക്കുന്നത് ചമൻ ചാക്കോ ആണ്. ഇന്ന് മോളിവുഡിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്രാൻഡ് എഡിറ്ററാണ് ചമൻ ചാക്കോ. ഇനി വരാൻ പോകുന്ന ഓണർ റിലീസുകളായിട്ടുള്ള അയാം ഗെയിം, ഖലീഫ, എല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന 2 സിനിമകളാണ്. ഈ 2 സിനിമകളും കണ്ടേക്കുന്ന ഒരേ ഒരു വ്യക്തി അത് ചമൻ ചാക്കോയാണ്. കള എന്ന് പറയുന്ന സിനിമയിലൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തുടങ്ങി പിന്നെ ഒരുപാട് സിനിമകൾ, RDX 2018, ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു അതിരടിയാണെന്ന് തോന്നുന്നു, അതുവരെയുള്ള സിനിമകൾ എഡിറ്റ് ചെയ്ത ചമൻ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റർ. എഡിറ്റിംഗ് ഒക്കെ വളരെ നൈസായിട്ടാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ വർക്ക്സ് എല്ലാം അടിപൊളിയാണ്. ആ രീതിക്ക് തന്നെ പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് നമുക്കറിയാം മലയാളികളുടെ സ്വന്തം ബ്രാൻഡ് JX ബിജോയാണ്. പുള്ളിയുടെ പാട്ടുകൾ വലുതായിട്ടൊന്നുമില്ല, ഒരു പാട്ടെന്തോ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിലുള്ളൊരു BGM പരിപാടി ഉണ്ട്. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കുന്ന ഒരു പെരുപ്പിക്കൽ, അത് വൻ സംഭവമാണ്. അതിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഒഴുക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ JX ബിജയ് തീയാണ്. പുള്ളിയുടെ വർക്കുകളും കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾക്കെല്ലാം അത് അറിയാവുന്നതാണ്. അപ്പോൾ ടോട്ടലി ഒരുപാട് ബ്രാൻഡുകളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത് മോളിവുഡിൻ്റെ ബിഗ്ഗസ്റ്റ് ബ്രാൻഡായിട്ടുള്ള ലാലേട്ടൻ്റെ മകളുടെ ഒരു എൻട്രി ആയതുകൊണ്ടാണ്. പിന്നെ ഇത് ബാക്ക് ചെയ്യുന്നത് ആരാണ്? ആശീർവാദ് സിനിമാസാണ്. അവരാണ് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നടക്കും. ഇതെല്ലാം നടക്കുന്നത് ഒരിക്കലും ഒരു പുതുമുഖ നായകൻ്റെയോ നായികയുടെ പടത്തിന് നടക്കില്ല. ഒരു നെപ്പോ കിഡിൻ്റെയോ പടത്തിന് മാത്രമേ ഇതെല്ലാം പോസിബിളായിട്ടുള്ളൂ. അത് എല്ലാം പോസിബിളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പോസിബിളായിട്ട് വന്നാലും അഭിനയിക്കുന്ന ആൾക്കൊരു കാലിബർ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ തുടക്കം വിസ്മയം, അല്ലെങ്കിൽ വിസ്മയ തുടക്കം, അങ്ങനെയൊക്കെ ഈ സിനിമേനെ പറയാം. ആ രീതിയിൽ വളരെ ഡീസൻ്റായിട്ട്, വളരെ ഡീസൻ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, വളരെ കിടിലനായിട്ടുള്ളൊരു പടമാണ് ഇത്. വളരെ കിടിലനായിട്ടുള്ള പടമാണ്. നല്ല ഒരു മെസ്സേജ് ഈ സിനിമ തരുന്നുണ്ട്. ഫീമെയിൽസ് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് പെൺകുട്ടികളെ രക്ഷിതാക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. കരാട്ടെ, കളരിപ്പയറ്റ്, കുങ്ഫു പോലുള്ള മാർഷൽ ആർട്സിൽ ഉറപ്പായിട്ടും ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ആ ഒരു ട്രെൻഡ് ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം ഇനി അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വച്ചേക്കുന്നത്. തുടക്കം നമുക്കറിയാം ഈ സിനിമയുടെ പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മോളിവുഡിൽ തന്നെ വരത്തൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ പോയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം ഒരു കത്തിക്കൽ, ഇൻ്റർവെല്ല് വരെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഫാമിലി ഇമോഷണൽ സസ്പെൻസ് ആക്ഷൻ ത്രില്ലറാണ്. അതാണ് ഈ സിനിമയുടെ ജാനർ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വില്ലൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി തുടങ്ങി വില്ലൻ ഏത് ലെവൽ വരെയും പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതായത് പരിസരമൊന്നും നോക്കത്തില്ല. അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ കൊടൂര വില്ലനിസം എവിടെ വെച്ച് വേണേലും കാണിക്കും. അത്ര തീവ്രമായിട്ട് കാണിക്കും. അത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ തുടക്കം തൊട്ട് ഇൻ്റർവെല് വരെ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് ഭംഗിയായിട്ട് സാധിക്കുന്നുണ്ട്. ആ സമയത്ത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന കാസ്റ്റ് എന്ന് പറയുന്നത് വിസ്മയ മോഹൻലാൽ നായികയുടെ അച്ഛനായിട്ട് വരുന്ന സായികുമാർ, പിന്നെ വില്ലൻ പേര് ഞാൻ ഓർക്കുന്നില്ല, വിട്ടുപോയി, പിന്നെ മനോജ് കെ ജയൻ പോലീസുകാരനാണ്, പിന്നെ മറ്റൊരു പോലീസുകാരൻ കണ്ണൂർ നമ്മുടെ ഇതിനകത്തൊക്കെയുള്ള കണ്ണൂർ സ്ക്വാഡിലും
കളങ്കാവലിലൊക്കെയുള്ള പോലീസുകാരൻ, പുള്ളി പോലീസുകാരനായിട്ട് തന്നെയാണ്. ജാഫർ ഇടുക്കി, പിന്നെ ഒരു ലേഡി കോൺസ്റ്റബിൾ. ഇത്രയും പേരാണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ. ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഒരു രീതിയിലും കുറവില്ല. ത്രില്ലിംഗ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ള ത്രില്ലിംഗ് മൊമെൻറ്റ്സ് അല്ല. എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകും. ആ ഫസ്റ്റ് ഹാഫിന് ശേഷം വരുന്ന സെക്കൻഡ് ഹാഫിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റും. അതറിഞ്ഞിട്ടും അതെങ്ങനെ ഇവർ സ്ക്രീനിലെടുത്ത് വയ്ക്കുന്നു എന്ന് കാണാനായിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കും. അതാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്. നമുക്കറിയാം ഇതുപോലൊരു പാറ്റേണിൽ വരുന്ന സിനിമ ആക്ഷൻ പടമാണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ഫൈനലി വില്ലന്മാരെ എടുത്തിട്ട് കീറും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെ കീറും, ആ കീറൽ കാണാനായിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആ ലാസ്റ്റ് ആ ഒരു പോർഷനിലേക്ക് എത്തുമ്പോൾ ഒരു കത്തിക്കലുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ വന്നൊന്ന് കത്തിക്കും. ലാലേട്ടൻ വന്ന് കത്തിക്കുന്നത് അൺവാണ്ടഡായിട്ട് കുത്തിക്കയറ്റിയൊരു സീനാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ആ രീതിക്കാണ് ലാലേട്ടനെ പ്ലേസ് ചെയ്തേക്കുന്നത്. കുറച്ച് കോമഡിയൊക്കെ മിക്സ് ചെയ്തൊരു ഫൈറ്റ്. അത് വളരെ ഡീസൻ്റായിട്ട് പുള്ളി ചെയ്തിട്ട് പോകും. പുള്ളിക്ക് കേക്ക് വാക്ക് പരിപാടിയാണ്, ചെയ്തിട്ട് പോകും പുള്ളി. അതൊന്നുമല്ല, പുള്ളി വന്ന് കത്തിച്ചെങ്കിൽ ഈ സിനിമക്ക് വലിയ മൈലേജ് ഉണ്ടായി എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പുള്ളി വന്ന് പുള്ളിയുടെ മകൾക്കൊരു സപ്പോർട്ട് കൊടുത്ത് പോയി. പക്ഷെ പുള്ളിയുടെ മകള് ഫസ്റ്റ് പടം ഒട്ടും എന്താ പറയുക, പ്രണവിൻ്റെ ആദിക്കകത്ത് നമുക്ക് പ്രണവിൻ്റെ ആക്ടിങ് ഇമ്മച്ചുറായിട്ട് തോന്നും. അതിനകത്ത് പാർക്കറാണ് പുള്ളിയുടെ സ്കില്ല്. ആ സ്കില്ല് വെച്ചാണ് ആ പടം മൊത്തം പോകുന്നത് വിത്ത് ഫൈറ്റ് കാര്യങ്ങളായിട്ട്. ഇതിനകത്ത് വിസ്മയയുടെ ഫൈറ്റ് ഒരുപാടുണ്ട്. ഇതൊരു ആക്ഷൻ പടമാണ്. പക്ഷേ ആക്ടിങ് ഒരിക്കലും നമുക്ക് ഇമ്മച്ചുറായിട്ട് തോന്നത്തില്ല. ആ രീതിയിൽ ആ ക്യാരക്ടർ മൊത്തത്തിൽ പിടിച്ച് ഫസ്റ്റ് പടമെന്ന് തോന്നിക്കാത്ത രീതിയിൽ തന്നെ വിസ്മയ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് മേക്ക് യുവർ ഫാദർ പ്രൗഡ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് തീർത്തും അനർത്ഥമാക്കിയിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. ഹാറ്റ്സ് ഓഫ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പടമെന്ന് തോന്നുന്ന രീതിക്കല്ല, നല്ല പൊളപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ക്ലൈമാക്സ് കത്തിക്കൽ നമ്മൾ ഒരുപാട് സിനിമയ്ക്കകത്ത് പല രീതിയിലുള്ള ക്ലൈമാക്സ് കത്തിക്കൽ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് പെണ്ണുങ്ങളുടെ എന്താ പറയുക, വുമൺ ഈസ് പവർ. അവർ പവർഫുള്ളാണ്. അവരിനിയും പവർഫുൾ ആകേണ്ടതായിട്ടുണ്ട്. ഇപ്പം പവർഫുൾ അല്ലാത്തവരും ഇനി അങ്ങോട്ട് പവർഫുൾ ആകണം ഈ ഒരു സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ എന്നുള്ള വലിയൊരു മെസ്സേജ് ഇതിനകത്ത് തരുന്നുണ്ട്. ആ പവർ എത്രമാത്രമാണെന്നുള്ളത് ഇടിച്ചങ്ങ് തീർക്കുന്നുണ്ട് ലാസ്റ്റ്. അത് കണ്ട് തന്നെ അറിയുക. നല്ലൊരു കിടിലം പടമാണ്. ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. ഇനി ലാലേട്ടൻ്റെ മകളുടെ പടം എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യുക നെഗറ്റീവ് അടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഫാമിലിയായിട്ട് പോയി കാണണം. പെൺകുട്ടികളുമായിട്ട് കാണണം. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ മസ്റ്റായിട്ട് പോയി കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ വാച്ച് ഇറ്റ് ഓൺ സിനിമാസ്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് തുടക്കം നിങ്ങൾക്ക് തരും. പിന്നെ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. കണ്ടില്ലെങ്കിൽ ഈ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ടച്ച് മൈ ലൈഫ്. പിന്നെ ഈ സിനിമ കണ്ട് ഒരാൾക്ക് ദുഃഖം തോന്നാൻ സാധ്യതയുണ്ട്. ആ ആളുടെ പേര് മലയാളത്തിലെ വളരെ പോപ്പുലറായിട്ടുള്ള, ഇന്ത്യ മുഴുവൻ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണ്. പേര് ദുൽഖർ സൽമാൻ എന്നാണ്. അങ്ങേരുടെ വാപ്പച്ചിയുടെ ഫോൺ വല്ലയിടത്തും മാറ്റി തട്ടിയെടുത്തൊക്കെ പുള്ളിക്കൊരു സ്റ്റാറ്റസ് പുള്ളിയുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ലാലേട്ടൻ്റെ 2 മക്കൾക്കും ലാലേട്ടൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിവുഡിലെ മൊത്തം ബ്രാൻഡുകളെയും കൊണ്ടുവന്നൊരു പരിപാടി നടത്തുന്നു. അതോടൊപ്പം ലാലേട്ടൻ്റെ ഗസ്റ്റ് റോളും. 2 സിനിമയ്ക്കും 2 മക്കൾക്കും അത് തന്നെ കിട്ടിയത്. ഇതൊക്കെ കാണുമ്പോൾ ദുൽഖർ സൽമാൻ അസൂയ തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് 2 പേരുടെയും ചോയ്സാണ്. ചില അച്ഛന്മാർ അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളൊക്കെ മക്കളും അനുഭവിച്ച് തന്നെ കയറി വരണം, എങ്കിലേ സ്ട്രോങ് ആകത്തുള്ളൂ എന്ന് വിശ്വസിച്ച് അവരെ വളർത്തുന്നവരുണ്ട്. ചില അച്ഛനമ്മമാർ അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളൊന്നും മക്കൾ അനുഭവിക്കാൻ പാടില്ല, അവരിത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഒരു സൗഭാഗ്യത്തിലൂടെ തന്നെ അവരങ്ങ് കയറി വരട്ടെ എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരുമുണ്ട്. രണ്ടും നല്ലതാണോ മോശമാണോ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. രണ്ടും നല്ലതാണ്. രണ്ടും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ലതാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. സോ എന്തായാലും തുടക്കം വിസ്മയം. ബൈ ബൈ.